ഹലോ ഗൈസ്, ജെ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് അല്ലേ. ഏകദേശം യൂട്യൂബേഴ്സിനും ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞായറാഴ്ചയായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യണോ വേണ്ടെന്നൊക്കെ സാറിന് ഞായറാഴ്ച വീഡിയോ ചെയ്യാൻ കാരണം തന്നെ 2 ദിവസമായിട്ട് ഇത് വന്നപ്പം തൊട്ട് എല്ലാവരും നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സപ്പിൽ ഞാൻ റീപ്ലൈ കൊടുത്ത് മടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം പിന്നെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപകാരമാവില്ലെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, അത്ര നമുക്ക് അതിനകത്ത് ഉദ്ദേശമുള്ളൂ. സംഭവം നിങ്ങൾക്കറിയാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ വലിയ യൂട്യൂബേഴ്സിന് കുറച്ച് കാലം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ചാനലിനൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കുറച്ച് കാലം മുമ്പേ വന്നായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എല്ലാ വലിയ യൂട്യൂബേഴ്സ്, അത്യാവശ്യം വരുമാനം മേടിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിനും മോണിറ്റൈസേഷൻ, മോണിറ്റൈസേഷൻ ആകാത്ത യൂട്യൂബേഴ്സിനും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് ഈ നോട്ടിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചത്? അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് ഇത് അയച്ചിട്ടുള്ള എന്താണ് ബെനിഫിറ്റ്, കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് ക്രോം ബ്രൗസറിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊരു സംഭവം ഇത് എനേബിൾ ആക്കി ഇടാനുണ്ട്. അത് നമുക്കിവിടെ എനേബിൾ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ചുരുക്കി പറയാം, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്തുള്ള അനലറ്റിക്സ് യൂട്യൂബ് അതായത് വലിയ കുറേ കമ്പനികളുണ്ട്. അതായത് നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മോണിറ്റൈസേഷൻ ആൾക്കാരുടെ ആയാലും അല്ലാത്ത ആൾക്കാരുടെ ആയാലും കൂടുതൽ വ്യൂ ഉള്ള ചാനലുകളുടെ അനലറ്റിക്സ്, അതായത് ഏതൊക്കെ രാജ്യത്തു നിന്നാണ് ആൾക്കാർ കാണുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ ഏതൊക്കെ രാജ്യത്തു നിന്ന് ആൾക്കാർ കാണുന്നു, പിന്നെ അതേപോലെ തന്നെ ഏത് വയസ്സിലുള്ള ആൾക്കാരാണ്, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അനലറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എത്ര റീച്ച് ഉണ്ട്, കാര്യങ്ങൾ ഇതൊക്കെ യൂട്യൂബ് മറ്റുള്ള കമ്പനികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊളാബ് കിട്ടാൻ വേണ്ടിയാണ്. അതായത് മറ്റുള്ള കമ്പനികളുടെ കൊളാബറേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് വന്നേക്കുന്നത്. അത് അങ്ങനെയുള്ള കൊളാബ് കിട്ടുന്ന വഴി നമുക്ക് അതിനകത്ത് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സംഭവം ഈ ഒരു നോട്ടിഫിക്കേഷൻ അയച്ചേക്കുന്നത് എല്ലാവർക്കും. പക്ഷേ എങ്കിൽ എന്തിനാണ് ഈ യൂട്യൂബേഴ്സ്, അതായത് ഈ ഒരു ചെറിയ യൂട്യൂബേഴ്സിനും ഈ ഒരു സംഭവം അയച്ചേക്കുന്നത്? ഓക്കെ, സാറിന് സത്യം ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് വന്നേക്കുന്നത് നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ്. ഈ ബ്രാൻഡ് കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ഏണിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ബ്രാൻഡ് കണക്ട് എന്ന് പറഞ്ഞ സംഭവം ഓപ്പൺ ആക്കി ഇടാനാവും. അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു സംഭവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ട്, നമ്മൾക്ക് എൻ്റെ 2 ചാനൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടാണ് അതേപോലെ തന്നെ. പക്ഷേ നമ്മുടെ ഈ ഒരു ചെറിയ യൂട്യൂബേഴ്സിന് അയച്ചെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ റീച്ചുള്ള ചാനലാണെങ്കിൽ നമ്മുടെ ഈ അനലറ്റിക്സ് മറ്റുള്ള കമ്പനികൾക്ക് അയച്ചു കൊടുക്കണോ വേണ്ടോ, അതായത് അങ്ങനെ അയച്ചു കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് കൊളാബ് വേണോ വേണ്ടോ എന്നാണ് യൂട്യൂബ് കൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ഓക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അതായത് ഈ കമ്പനികൾക്ക് നല്ലൊരു അട്രാക്ഷൻ വന്ന് നമ്മുടെ ഈ അനലറ്റിക്സിൻ്റെ അകത്ത് നല്ലൊരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏതൊക്കെ രാജ്യത്തോട്ടാണ് പോകുന്നത് അവർക്ക് ആവശ്യമുള്ള രീതി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും അതൊരു കൊളാബ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും കൂടി അയച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഞാൻ ഓണാക്കേണ്ടത്? പിന്നെ അത് മാത്രമല്ല, ഇതൊരു മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഉപകാരപ്പെട്ടേക്കുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. പിന്നെ അതെങ്ങനെയാണ് ഓണാക്കുന്നത് ഞാൻ ശരിക്ക് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സാധിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓക്കെ, ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കണം, അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മൾ സാറിന് ക്രോം ബ്രൗസറിനകത്ത് എങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നത് അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ അകത്ത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കിട്ടുന്നതായിരിക്കും. ഇതുപോലൊരു പേജ് നമുക്ക് വരും. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അടിയിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൈസ് ഇതുപോലെ ജനറൽ ചാനൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജനറൽ ചാനൽ. അപ്പോൾ ഈ ചാനൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ചാനലകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അടിയിലോട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം ഈ അലോ തേർഡ് പാർട്ടി കമ്പനീസ്. ഇതുണ്ടോ, അലോ തേർഡ് പാർട്ടി കമ്പനീസിൻ്റെ അടിയിൽ ഇവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഈ ഡിസേബിൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിക്ക് മെല്ലെ നമ്മളെന്ത് ചെയ്യുക കൊടുത്തിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുറമേ നിന്നുള്ള കമ്പനികളുടെ ആ ഒരു കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഈ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, പിന്നെ അടിയിലത്തെ നമ്മൾ നോക്കണം. ഈ തേർഡ് പാർട്ടി
ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പണ്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടി ട്രെയിനിങ്ങിന് നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം വന്നേക്കുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ടിക്കറ്റ് കൊടുത്തതിന് ശേഷം വെറുതെ കട്ടാക്കി പോകരുത്. ഇവിടെ ഈ ക്രോമിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ടിക്ക് കൊടുത്തതാണ് അവിടെ സേവ് ബട്ടൺ കാണിക്കാത്തത്. എന്നിട്ട് സേവ് അടിച്ച് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ആ ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആയി കിട്ടും. വേറെ കാര്യം, ഇതിങ്ങനെ ആൾക്കാർ പേടിക്കുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല, അതിപ്പം പുതിയ മോണിറ്റൈസേഷൻ വയലേഷനും പിന്നെ ഈ ജൂലൈ 15 തീയതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കൂടെ എല്ലാവരുടെ മനസ്സിലൊരു പേടിയാണ്. യൂട്യൂബ് ചാനലുള്ളത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പൊട്ടിപ്പോവോ അല്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പോകാനുള്ളൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അത് ആൾക്കാർ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് മനസ്സിലാവും. എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒന്നുമില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഈ ചെറിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആൾക്കാർ വല്ലാണ്ട് അങ്ങോട്ട് പേടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ജെന്യൂനായിട്ട് നമ്മുടെ സ്വന്തം വീഡിയോസ് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് വേറെ വയലേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ജിജോസ് വ്ലോഗ് എന്ന ചാനൽ ഞാൻ എത്ര കാലമായിട്ട് കൊണ്ട് നടക്കുന്ന 5 കൊല്ലത്തിൻ്റെ അടുത്തായി കൊണ്ട് നടക്കും. അതേപോലെ തന്നെ ജെഫോട്ടൊക്കെ ചാനലാണ്. നമ്മളൊരു വയലേഷനോ നമ്മൾ ആർക്കെതിരെ ഒരു പ്രശ്നമോ നമ്മളൊരു കാര്യം ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ പുറമേ നിന്നുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ എടുത്ത് ഉപയോഗിക്കാതെ നമ്മൾ യാതൊരു എന്താ പറയുക വയലേഷൻ ചെയ്യാണ്ട് കോപ്പറേറ്റ് ഇല്ലാത്ത പുറത്തുനിന്നുള്ള മ്യൂസിക്കൊന്നും എടുത്തിട്ട് അങ്ങനെ കോപ്പറേറ്റ് പ്രശ്നങ്ങൾ സ്ട്രൈക്ക് അങ്ങനെയൊക്കെ വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ കൂടുതൽ പേടി എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യം. ഇത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതാണ്. സത്യം പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ് ഇതിന് ശരിക്കുള്ളൊരു ഉപകാരമുള്ളത്. ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഓൺ ആക്കിയിടാം. ഓക്കെ, അപ്പോൾ നല്ല അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.